സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ടാണ് വസ്ത്രങ്ങളിലെ അഴുക്കുകൾ നമ്മൾ കളയാറ് അല്ലേ? ഇതെങ്ങനെയാണെന്നുള്ളത് ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് നോക്കിയാലോ? ഈ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വെള്ളത്തിലേക്ക് ഇപ്പോൾ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് ലെയറുകളായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെയുള്ള ലിക്വിഡ്സിനെ നമ്മൾ ഇമ്മിസിബിൾ ലിക്വിഡ്സ് അഥവാ തമ്മിൽ കലരാത്ത തരത്തിലുള്ള ലിക്വിഡ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വാട്ടറും ഓയിലും എന്ന് പറയുന്നത്, ആ മിക്സർ എന്ന് പറയുന്നത് ഇമ്മിസിബിൾ ലിക്വിഡ്സിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറ അല്ലെങ്കിൽ അഴുക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് എന്ന് പറയുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് ഈ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസിനെ അലിയിച്ച് കളയാൻ സാധിക്കും, അല്ലെങ്കിൽ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കും? അതിന് നമ്മളെ സഹായിക്കുന്നതാണ് സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് എന്ന് പറയുന്ന കാര്യം. ഇനി നമുക്ക് അല്പം ഡിറ്റർജന്റിനെ ഈ ഒരു മിക്സറിലേക്ക് കലർത്താനായിട്ട് ശ്രമിക്കാം. അല്പം ഡിറ്റർജന്റ് ഇതിലേക്ക് കലർത്തിയതിനു ശേഷം നന്നായിട്ട് ഇതൊന്ന് ഡിസോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ 2 ലെയറുകളായിട്ട് മാറിക്കിടക്കുന്ന ഓയിലിനെയും വാട്ടറിനെയും ഡിറ്റർജന്റ് അല്ലെങ്കിൽ സോപ്പിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഒന്നാക്കി മാറ്റി അല്ലേ? അല്ലെങ്കിൽ അഴുക്കിനെ അല്ലെങ്കിൽ ഓയിലിനെ മുഴുവനായിട്ട് ഞാൻ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യിപ്പിച്ചു ഡിറ്റർജന്റിന്റെ സഹായത്തോടു കൂടി. അതിന്റെ പിന്നിലെ ശാസ്ത്രമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഡിറ്റർജന്റ് അല്ലെങ്കിൽ സോപ്പ് എന്ന് പറയുമ്പോൾ അതിന് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഒരു ഹൈഡ്രോഫോബിക് ടെയിലും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡും. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിനോട് ഭയമുള്ള അല്ലെങ്കിൽ വെള്ളത്തിനെ ഇഷ്ടമല്ലാത്ത ഒരു ഭാഗം ഈ ഒരു സോപ്പിലുണ്ട്. അതിനെയാണ് നമ്മൾ ഹൈഡ്രോഫോബിക് ടെയിൽ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രോഫിലിക് ഹെഡ് എന്ന് പറയുന്നത് വാട്ടർ ലവിങ് ആണ്. വെള്ളത്തിനോട് ഇഷ്ടം കാണിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഹൈഡ്രോഫിലിക് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളിൽ പറ്റിച്ചേർന്നിരിക്കുന്ന അഴുക്ക് അല്ലെങ്കിൽ ഡെർട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഡിറ്റർജന്റ് അല്ലെങ്കിൽ സോപ്പ് ആഡ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രക്രിയ തന്നെയാണ് നടക്കുന്നത്. അതായത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള വെള്ളത്തെ ഇഷ്ടപ്പെടാത്ത ഭാഗം നേരെ ചെന്ന് ഓയിൽ അല്ലെങ്കിൽ ഡേർട്ടിലേക്ക് നേരെ ചെന്ന് പറ്റിപ്പിടിക്കും. അത് എന്നിട്ട് മുഴുവൻ സറൗണ്ട് ചെയ്യും. അങ്ങനെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള സോപ്പിൻ്റെ ഒരു കൂട്ടം മോളിക്യൂൾസ് ആ അഴുക്കിന് ചുറ്റും പറ്റിച്ചേർന്നിരിക്കും. അങ്ങനെ ഈ ഡിറ്റർജൻറ്റിൻ്റെ അല്ലെങ്കിൽ സോപ്പിൻ്റെ സഹായത്തോടു കൂടി ഇത് വെള്ളത്തിലേക്ക് പരിപൂർണമായിട്ട് മിക്സ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മുടെ വസ്ത്രത്തിലെ അഴുക്കുകൾ അല്ലെങ്കിൽ ഓയിൽ, ഗ്രീസ് എന്നിവ നമുക്ക് ഡിറ്റർജന്റിന്റെ സഹായത്തോടു കൂടി കളയാൻ സാധിക്കുന്നത്.